എല്ലാ സൗഹൃദങ്ങളിലും ഉള്ളതുപോലെ എനിക്കും ശ്രീനിക്കും ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ അതിനെ ഒന്നും ഉള്ളിലേക്ക് എടുത്തിട്ടില്ല എന്ന് മോഹൻലാൽ ശ്രീനിവാസനെ ഓർത്തുകൊണ്ട് പറയുന്നുണ്ട്. ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം നിന്നവരുണ്ടായിരുന്നു. ആ സൗഹൃദങ്ങൾക്കിടയിൽ പോലും ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മോഹൻലാൽ ഇപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. സിനിമാ ജീവിതത്തിനപ്പുറം വ്യക്തിജീവിതത്തിൽ ഉൾപ്പെടെ മമ്മൂട്ടി, ഇന്നസെന്റ് ഒക്കെ ഉൾപ്പെടെ എങ്ങനെയാണ് അദ്ദേഹത്തോടൊപ്പം ഓരോ ഘട്ടത്തിലും ചേർന്ന് നിന്നത് എന്നുള്ള കാര്യമെല്ലാം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ആ സൗഹൃദങ്ങളിൽ നിന്നെല്ലാം തന്നെ വിട്ടുപോവുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീനിവാസൻ. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും മോഹൻലാലും സത്യനന്ദിക്കാടും ഉൾപ്പെടെയുള്ളവർ അത്രത്തോളം ഹൃദയവേദനയോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിക്കരികിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവസാന നിമിഷത്തിലും പ്രിയ സുഹൃത്തിനൊപ്പം തന്നെ സത്യനന്ദിക്കാടും കണ്ടനാട്ടെ ആ വീട്ടിലുണ്ട്. സ്നേഹമോൾ നയനാൻ അവിടെ നിന്നും തുടരുന്നുണ്ട്. സ്നേഹ, അവസാനവട്ട ഒരുക്കങ്ങളാണ്. തീർച്ചയായും പൂജ, അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇവിടെ കണ്ടനാട്ടെ പാലാഴിയിൽ നടക്കുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം മടങ്ങുന്നത്. ഔദ്യോഗിക ബഹുമതിക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും നടക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്പസമയം മാത്രമേ വീടിനുള്ളിൽ പൊതുദർശനം ഉണ്ടാവുകയുള്ളൂ. തുടർന്ന് ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. 5 മിനിറ്റ് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. 10 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കും. ഇവിടെ പാലാഴിയിലെ ഈ വീടിൽ നിറഞ്ഞ് കവിഞ്ഞാണ് ആളുകൾ നിൽക്കുന്നത്. അദ്ദേഹം ആരായിരുന്നു എന്നൊരു ചോദ്യം, ശ്രീനിവാസൻ ആരായിരുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്ന ആളുകൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ നിരവധി ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നും കേട്ടതാണ്. ഇന്നലെ മുതൽ തന്നെ അവരെത്തിയിരുന്നു. പാലക്കാട് നിന്നുമൊക്കെ ആളുകൾ എത്തിയിരുന്നു. കണ്ണൂർ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. അവിടെ നിന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തുക്കളടക്കം കൂട്ടുകാരടക്കം ഉള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചലച്ചിത്ര രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെയും അടക്കമുള്ള ആളുകൾ തൊട്ട് അങ്ങനെ നിരവധി ആളുകളാണ് ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നത്. ശ്രീനിവാസൻ ഇനി ഇവിടെ ഇല്ല എന്നൊരു സത്യം ഉൾക്കൊള്ളാൻ തന്നെ പലർക്കും സാധിക്കുന്നില്ല എന്നത് തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിരുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ആ സാധാരണത്വം തന്നെയാണ്. അപ്പോൾ ആഡംബരങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യരുടെ ജീവിതമൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൂടെ പറഞ്ഞിരുന്നത്. തൊഴിലില്ലായ്മ, ദാരിദ്ര്യമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ മുഖ്യ വിഷയമായി നിന്നിരുന്നത് തന്നെ. പലപ്പോഴും അത് സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതങ്ങൾ തന്നെയാണോ ആ സ്ക്രീനിൽ കാണുന്നത് എന്ന് തോന്നും വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എന്നത്. അപ്പോൾ ഹാസ്യമൊക്കെ അദ്ദേഹം മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ആരുടെയും ഹൃദയത്തിലേക്ക് അത് കൊള്ളില്ല എന്ന് തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, തിരക്കഥയിൽ ഉടനീളമുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ തന്നെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് പോരുന്നതാണ്. മാത്രമല്ല അതൊക്കെ ചാട്ടുളി പോലെ നമ്മുടെ മനസ്സിലേക്ക് തറച്ച് കയറുന്നതുമാണ്. അത് എക്കാലവും ഓർമ്മിക്കപ്പെടുന്നതാണ്. അപ്പോൾ അത് തലമുറകളോളം നിലനിൽക്കുന്നതുമാണ്. അങ്ങനെ പല സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ശ്രീനിവാസൻ സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നതിന് മുൻപ് ഈ സിനിമ അവാർഡുകളൊക്കെ തന്നെ പരിശോധിച്ചാലറിയാം. ആ സിനിമ അവാർഡുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ബുദ്ധിജീവി സിനിമകൾ, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ബുദ്ധിജീവി സിനിമകളൊക്കെ തന്നെയായിരുന്നു അവാർഡുകളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ശ്രീനിവാസൻ സിനിമാ രംഗത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് വടക്കൻ കേന്ദ്രം എന്ന ചിത്രത്തിന് ആദ്യ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അത് വലിയ വിമർശനമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരെയുള്ള വിമർശനങ്ങളെയൊക്കെ വളരെ ഹാസ്യരൂപേണ, വളരെ തമാശ രൂപേണ തന്നെയായിരുന്നു അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം സാമ്പത്തികമുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു. അതിനുശേഷം കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയെല്ലാം നേരിട്ടുകൊണ്ട്, അതൊക്കെ മറികടന്നത് ശ്രീനിവാസൻ്റെ മനസാന്നിധ്യം എന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ